ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് സാമ്പത്തികകാര്യ മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം നമ്മളോടൊപ്പം ടെലിഫോൺ അയച്ചിരുന്നുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഇതാ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുന്നുവെന്ന കേരളത്തിന്റെ ഹർജിയിൽ അടിയന്തരമായി കേസ് പരിഗണിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ഈ മാസം 25-ന് ഈ കേസ് പരിഗണിക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു തുടർ നടപടിക്രമമാണ് കേസിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ വിഷയത്തെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? അല്ല, തീർച്ചയായിട്ടും കേരളം വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവഗണന കേന്ദ്ര സർക്കാരിന്റെ, അതായത് മനഃപൂർവ്വം തന്നെയുള്ള കേരളത്തിന്റെ ആവശ്യമായ കാര്യങ്ങൾ നൽകാതിരിക്കുന്ന ഒരു സ്ഥിതി കേരളത്തിലുണ്ട്. അതിന്റെ കാരണം അതൊരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു വെഞ്ചൻസോടുകൂടി, അതായത് ഇവിടെ പെൻഷൻ മുടങ്ങുകയും റേഷൻ മുടങ്ങുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വിതരണം മറ്റു കാര്യങ്ങളൊക്കെ മുടങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതാത് പ്രാദേശിക ഗവൺമെന്റുകളെയാണ് ജനങ്ങൾ എതിർക്കുന്നത് അല്ലെങ്കിൽ വിമർശിക്കുക. അല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പോയി സമരം ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മുടെ ആളുകൾക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോ അത് പ്രാദേശിക ഗവൺമെന്റുകൾക്കെതിരെ, സംസ്ഥാന ഗവൺമെന്റുകൾക്കെതിരെ ജനരോഷം ഉയരും എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. അത് തീർച്ചയായിട്ടും അത് സുപ്രീം കോടതി ആ കാര്യം, അങ്ങനെ ഒരു കാര്യം ജെനുവിൻ ആണ് എന്ന് കണ്ട് പരിഗണിച്ചിരിക്കുന്നത് നമ്മൾ ആ പശ്ചാത്തലത്തിലൂടെ വേണം കാണാനായിട്ട്. ശ്രീ ജോർജ് ജോസഫ്, പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ സ്വാഭാവികമായും പ്രാദേശികമായ സർക്കാരുകൾക്കെതിരെയാണ് ജനരോഷം ഉയർന്നു വരിക. ഒരുപക്ഷെ ഇപ്പോൾ നമ്മുടെ നവകേരള സദസ്സ് എടുക്കാം. മുഖ്യമന്ത്രി തുടക്കം മുതൽ മഞ്ചേശ്വരം മുതൽ ഇങ്ങിവിടെ വട്ടിയൂർക്കാവിൽ സമാപിക്കുന്നത് വരെ ഏറ്റവും ഊന്നൽ കൊടുത്തത് സാമ്പത്തികമായി നമ്മളെ ഞെരുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആ നീക്കത്തിനെതിരെ തന്നെയാണ്. അത് കൃത്യമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയെന്ന വലിയ ആത്മവിശ്വാസം സംസ്ഥാന സർക്കാരിനുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് നിയമപരമായ പോരാട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിന് മാത്രമല്ല, കേരളത്തിനപ്പുറത്തേക്ക് വരും കാലത്ത് പ്രതിപക്ഷ സർക്കാരുകൾക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം വിവേചനത്തിനെതിരായ ഒരു ബെഞ്ച് മാർക്ക് കൂടിയാകും ഈ കേസ്, അല്ലേ? ഒരിക്കലും കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത്. ഇത് നമ്മൾ പൊളിറ്റിക്കലായിട്ട് കാണുകയോ ഒന്നും ചെയ്യാതെ ആണ്. കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. ഉദാഹരണത്തിന് ഈ പ്രശ്നം GST കൗൺസിൽ അടക്കമുള്ള കാര്യങ്ങളിൽ കേരളത്തിന് പുറമെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും ഉന്നയിക്കാറുണ്ട്. പക്ഷെ അവര് കേരളം പറയുന്നത് പോലെ പൊതുവായിട്ട് പുറത്തവർ പറയുന്നില്ല. കാരണം അത് അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള കൺസേൺ കൊണ്ട് അവരത് പറയുന്നില്ല. ഇപ്പോ നമ്മൾ പറയുന്നത് പോലെ തന്നെ GST നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടായിട്ടുള്ള എന്താണ്, അതിനുശേഷം സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനമോ കാര്യങ്ങളോ എന്തെങ്കിലും ഒരു വിലയിരുത്തലോ ഇല്ല. ഇപ്പോൾ GST നടപ്പാക്കിയപ്പോൾ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പല സാധനങ്ങളുടെയും, മഹാഭൂരിപക്ഷ സാധനങ്ങളുടെയും ടാക്സ് കുറഞ്ഞു. അത് 22% ഉണ്ടായിരുന്നു, 18 12 മിക്ക സാധനങ്ങളുടെയും നികുതി നിരക്ക് കുറയുകയാണ് ചെയ്തത്. പക്ഷെ എന്താണ് ജനങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടായത്? ഏതെങ്കിലും സാധനത്തിന്റെ നികുതി കുറഞ്ഞതായിട്ടോ അതിന്റെ വില കുറഞ്ഞതായിട്ടോ അനുഭവപ്പെടുന്നുണ്ടോ? അപ്പൊ ഈ നികുതി കുറച്ചത് വഴി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഗുരുതരമായിട്ടുള്ള വരുമാന നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുക്കുക, 13ാം ധനകാര്യ കമ്മീഷന് കാലത്ത് കേരളത്തിന് ഡിവിസിബിൾ പൂളിൽ നിന്ന് 3.8% കിട്ടിയിരുന്നത് ഇന്ന് അത് 1.9%മായി 15ാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത്. അപ്പൊ എമൗണ്ടിൽ ഉണ്ടായിരിക്കുന്ന കുറവ് എത്രയാണെന്നറിയാമോ? 42,000 കോടി രൂപയിൽ നിന്നും 21,000 കോടി രൂപയായിട്ട് അത് താഴ്ന്നിരിക്കുകയാണ്. അപ്പൊ ഒറ്റയടിക്ക് 21,000 കോടി രൂപയുടെ കുറവ് ആ ഇതിൽ തന്നെ വരികയാണ്. അങ്ങനെ പല രീതിയിൽ ഗ്രാൻഡ് എയ്ഡായാലും അതുപോലെ CSS സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളിൽ നിന്നുള്ള നൽകേണ്ട വിഹിതമായാലും ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതമായാലും എല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞു വരുന്നു. മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഇതുണ്ട്. പക്ഷെ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തനതായ വരുമാനം ഉയർത്തുന്നതിനുള്ള ഒട്ടേറെ സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മഹാരാഷ്ട്ര, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് കേരളം നികുതി വരുമാനം ഗണ്യമായി ഉയർത്തിയത് കൊണ്ടാണ് കേരളത്തിലെ ശമ്പളം പോലുള്ള കാര്യങ്ങളിൽ ഒരു വീഴ്ച വരാതെ കടന്നുപോയത്. 71,000 കോടി രൂപയായിട്ട് സംസ്ഥാനത്തിന്റെ വരുമാനം, റവന്യൂ വരുമാനം ഉയർത്തുന്നതിന് കഴിഞ്ഞു കോവിഡിന് ശേഷം. അതൊരു വലിയ നേട്ടമാണ്. അത് ആ ഒരു പശ്ചാത്തലത്തിലാണ് കേരളം പിടിച്ചു നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഒരു വളരെ പൊളിറ്റിക്കൽ വെഞ്ചൻസോടുകൂടിയുള്ള ക്രൂരമായിട്ടുള്ളൊരു അവഗണന ഈ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന മിക്കവാറും സംസ്ഥാനങ്ങൾ നേരിടുകയാണ്. ഇപ്പൊ ബംഗാൾ ഈ പ്രശ്നം ഉയർത്തിയിട്ടുണ്ട്. തമിഴ്നാട് അവർക്ക് പല കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന ഇത് ചെയ്യുന്നുണ്ട്. തെലങ്കാനയും മറ്റ് ഈ നോൺ
കക്ഷി ഗവൺമെന്റുകളെല്ലാം ഈ പ്രശ്നം അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രശ്നമായി ചുരുക്കി കാണുന്നത് വെറും രാഷ്ട്രീയ താല്പര്യമുള്ളവരും ഈ പ്രശ്നത്തെക്കുറിച്ച് ഗാഢമായിട്ട് മനസ്സിലാക്കാത്തവരുമാണ്. ഏതൊരു ഗവൺമെന്റ് വന്നാലും ആ നോൺ BJP ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ തഴയുകയാണെങ്കിൽ ആർക്കും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത് മനസ്സിലാക്കേണ്ടത് എല്ലാ പാർട്ടികളും എല്ലാ മനുഷ്യരും ഒരുപോലെ കാണേണ്ടതാണ്. കേന്ദ്ര സർക്കാർ എന്താ വെച്ചാൽ അവരുടെ ഒരു കയ്യിലിരിക്കുന്ന കാര്യമാണ്. വേറെ കണക്കുകൂടി ഞാൻ പറയാം. അതായത് കേന്ദ്രത്തിന്റെ മൊത്തം ഇന്ത്യയുടെ വരുമാനത്തിന്റെ 62.7% ഇന്ന് പോകുന്നത് കേന്ദ്ര ഖജനാവിലേക്കാണ്. അതേസമയത്ത് മൊത്തം ചെലവുകളുടെ 61.2% സംസ്ഥാനങ്ങൾ നിർവഹിക്കേണ്ടി വരികയാണ്. ഈ ഒരു അന്തരം കൂടി നമ്മൾ കാണണ്ടേ? അങ്ങനെ കേന്ദ്രം ഒരു അധികാരത്തിന്റെയും വരുമാനത്തിന്റെയും സാമ്പത്തിക സ്രോതസ്സിന്റെ കേന്ദ്രമാക്കി കേന്ദ്ര സർക്കാരിനെ മാറ്റുകയാണ്. അതാണ് ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നം. അത് ഫിസിക്കൽ ഫെഡറലിസത്തെ സംബന്ധിച്ചിടത്തോളം, ഫെഡറൽ ഘടനയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പ്രതിസന്ധി ഭാവിയിൽ ഉളവാക്കുന്ന ആ പ്രതിസന്ധിക്ക് സംസ്ഥാന സർക്കാർ കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ പ്രശ്നം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന്റെ ഗൗരവത്തോടെ തന്നെ സുപ്രീം കോടതി അത് പരിഗണനയിലെടുക്കുകയും എത്രയും വേഗം കേസ് പരിഗണിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കണക്കിലെടുത്ത 25-ാം തീയതി കേസ് പരിഗണിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിഷയത്തിൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കേസിന്റെ നടപടിക്രമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്.